മലയാള സിനിമ നീനാളുമായിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കോട്ടയിലേക്ക് സ്വാഗതം. ഹിറ്റ് 3 സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നാനി നായകനാവുന്ന ശൈലേഷ് കോലാനു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങളും ഭയങ്കര ഹിറ്റായിരുന്നു. ആദ്യത്തെ 2 ഹിറ്റായിരുന്നു. മൂന്നാമതും വരുന്നത് ഹിറ്റാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീനിധി ഷെട്ടിയാണ് നായിക. നമ്മുടെ സൂര്യനോടോട്ടെ കാശ് ആണോ? അതായത് റെട്രോ സിനിമയായിട്ട് ക്ലാഷ്. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പം ട്രെയിലർ എന്തായാലും കാണാം. സർ, ക്രിമിനൽസ് അവരൊന്നെങ്കിൽ ഭൂമിക്ക് മുകളിൽ 10 ഫീറ്റ് സെല്ലിലായിരിക്കണം, അല്ലെങ്കിൽ ഭൂമിക്കരയിൽ 6 ഫീറ്റ് കൊടിയിൽ. ബിഹേവിയൽ കറക്ഷനുള്ള ഒരു ക്രിമിനലിനെ പോലും സൊസൈറ്റിയിൽ ഫ്രീ ആയി കറങ്ങി നടക്കാൻ അനുവദിക്കരുത്. ആ ഫീൽ ഉണ്ടാവാൻ പേഴ്സണലായി അഫിറ്റ് ആവേണ്ട കാര്യമില്ല. പോലീസായ മതി. പാവം, എന്റെ മോൾക്ക് 9 മാസം ആവുന്നുള്ളൂ. അവളെ കൊണ്ട് എന്ത് ചെയ്യാനാ സർ? അവന്റെ കയറ്റ് ഒരു 5'9" എന്നുണ്ടാകും. അവിടെ എവിടെയായിട്ട് നിറച്ച താടിയും ഇടക്കൈനാണ് സർ. ആപത്തിലുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യോദ്ധാവ് രംഗഭൂമിയിൽ പ്രവേശിച്ചു. ഒരേ ഒരു ജീവനെ രക്ഷിക്കുവാനായിട്ട് എങ്ങനെയാണ് അഹോരാത്രം കഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. തന്നെ കാണുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെയാണ് ഓടിപ്പോറുള്ളത്. ഇഷ്ടമുള്ളണ്ടല്ലേ? തന്നെ അർജുൻ എന്ന് വിളിക്കണോ അതോ സർക്കാർ എന്ന് വിളിക്കണോ? ജനങ്ങൾക്കിടയിൽ അർജുൻ, മൃഗങ്ങൾക്കിടയിൽ സർക്കാർ. നമുക്കാർക്കും താണ്ടാൻ കഴിയാത്തൊരു ബൗണ്ടറി ഉണ്ട്. Tonight, ആ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് സകലതിനെയും എതിർത്ത് പോരാടാനുള്ള ശക്തിയുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ ധർമ്മ സംസ്ഥാപനാർത്ഥമായും ധർമ്മരക്ഷാർത്ഥമായും പ്രവർത്തിക്കാനാകൂ. എന്റെ മോളെ എനിക്ക് തിരിച്ചു വേണം സർ. അമ്മയുടെ സ്നേഹം തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കരിയർ തുടങ്ങിയത് മുതൽ ഇത് കേൾക്കുന്നതാ. അർജുൻ സർക്കാർ. മൂന്ന് മിനിറ്റ് ദൈർഘ്യം കുറച്ച് കൂടിപ്പോയി അല്ലേ? ട്രെയിലറിന് അത്രയൊന്നും ആവശ്യമില്ല. അതൊരു മാതിരി വെറുപ്പീര് പോലായി. ഈയായിട്ട് അല്ലെങ്കിലും മിക്കവാറും സിനിമകൾക്കെല്ലാം ഇങ്ങനെ ട്രെയിലർ വരുമ്പോ എമ്പരാനൊക്കെ പിന്നെ നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നോണ്ട് അതുകൊണ്ട് നമ്മള് വലിയ കുഴപ്പമില്ലാതെ ഇരുന്നു പോകും. പക്ഷെ പിന്നെ ഇതിന്റെ ഡബിങ് തന്നെ വളരെ മോശം അല്ലേ? മലയാളത്തിൽ ഇത്ര പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും KGF ഒക്കെ നമുക്ക് കാണുമ്പോ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. അവരതിനു വേണ്ടി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇത് അതിനുള്ള ഉണ്ടല്ലോ നല്ല. അതല്ലെന്ന് അവരതിന്റെ പുറകെ നടന്ന് കറക്റ്റായിട്ട് അത്രയും നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതെനിക്ക് മിനിസ്റ്ററാണോ പുള്ളിയൊക്കെ കൊടുത്ത സൗണ്ട് ആക്കിയാണ് ഒരു വെറുപ്പിയ സൗണ്ട് ആക്കി. ഇതിന്റെ ഫസ്റ്റ് പാർട്ട്
അല്ലെ സൂപ്പർ അന്യായ പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പം ഫസ്റ്റ് ഹാഫ് അല്ല ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പം സെക്കൻഡ് പാർട്ട് അതിനോളം വന്നില്ല. പക്ഷെ അടിപൊളിയാ എന്നാലും. പക്ഷെ അതിനോളം വന്നില്ല. അതിൽ അവനും ആ നായകനും ആ പാട്ടും എല്ലാം മൊത്തം എല്ലാം പ്രതീക്ഷിക്കത്ത പോലും ഇല്ല. അങ്ങനെ അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ ഓർക്കുന്നുണ്ട് അതിന്റെ ക്ലൈമാക്സ് കാണിക്കുന്നില്ല മറ്റേ തോക്കൊക്കെ. പക്ഷെ അതിന്റെ ഇത് പറയുന്നുണ്ട് ഇതിന്റെ സെക്കൻഡ് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതല്ല പ്രതീക്ഷിച്ചത്. ഇപ്പം ഇനി അടുത്ത 4 ഇറങ്ങുമ്പോ ഇവൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞാന്ന് തോന്നുന്നു ഇവരെല്ലാരും കൂടെ വരുന്നല്ലേ. വരണം. എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ അവനെ കാണണം. അതെ അവന്റെ സാധനം അവനെ കിട്ടുക്കല. ഇവന്റെ മറ്റേ ഇത് പോയോ മാറ്റിയോ നാച്ചുറൽ സ്റ്റാർ അതൊന്നും കാണുന്നില്ല. അതൊക്കെ യുവമാർക്ക് തന്നെ ക്രിഞ്ചടിക്കുകയാണ് ഇപ്പൊ വന്നു ഹിറ്റ് ആവും. 2 ഹിറ്റായി ഹിറ്റാണ്. പക്ഷെ ട്രെയിലർ വലിയ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ട്രെയിലർ കുഴപ്പമില്ല, നല്ല മേക്കിംഗ് പരിപാടി എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ലെങ്ത് കൂടുതൽ ഇച്ചിരി ഇത് വന്നത്. എന്നാ പിന്നെ പടം കാണുന്നു, ട്രെയിലർ കണ്ടാവും. ആ ക്ലൈമാക്സിൽ കാണിച്ചേക്കുന്ന ലാസ്റ്റ് ആ വൈറ്റ് ഇതിൽ കാണിച്ചേക്കുന്ന കുറച്ച് കാണിച്ചാൽ മതി. അതെ. പിന്നെ വയലൻസ് അത് നല്ലതായിട്ടുണ്ട്. മറ്റേ കുഞ്ഞിന്റെ കൊണ്ടുവന്നു കത്തിയൊക്കെ വെക്കുന്നതും കുറെ ഐറ്റം ഉണ്ട്. എന്തായാലും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒന്നുകൂടെ ഒന്ന് കാണണം. അതെ. അപ്പൊ മെയ് 1 അല്ലേ? മെയ് 1 സൂര്യാണ്ണനുമായിട്ടാണോ? സൂര്യാണ്ണനുമായിട്ട് ക്ലാസ് ആണ്. അണ്ണനും നല്ല പ്രതീക്ഷയുണ്ട്. അതെ. റെട്രോ പ്രതീക്ഷ മാത്രമല്ല പ്രാർത്ഥനയുണ്ട്. പ്രതീക്ഷയും കാർത്തിക് സുബ്രാജിലാണ് പ്രതീക്ഷ. അതെ അതെ. അതല്ല നമ്മളിതാണല്ലോ ശൈലേഷ് കോലാഹനുവിലാണ് പ്രതീക്ഷയും ഞാനിയിലും നല്ല പ്രതീക്ഷയാണ്. പിന്നെ ഹിറ്റ് ആണ്. ഹിറ്റാവും, ഇത് ഹിറ്റാവും, നെറ്റ് 4 ഹിറ്റാവും. ഇനി ഹിറ്റ് അല്ല ഇനി അടുത്ത പാർട്ടി പുതിയ നായകൻ വരും. അതെ. നെക്സ്റ്റ് ഇവന്മാര് 3 ഒന്നിച്ച് ഇവന്മാര് 3 വരുവോ? നൈസായിട്ട് കുഴപ്പമില്ല. കേസ് കഴിഞ്ഞ തവണത്തെ കേസും കൊള്ളായിരുന്നു. പക്ഷെ മറ്റേന്റെ അത്ര എന്തുവാന്നറിയ നമ്മള് ഫസ്റ്റ് കണ്ടെങ്കിൽ അതായോണ്ടേ അതിന് ഒരു പ്രശ്നമുള്ളു. അത് ഇതിനകത്തെ കേസും കുറച്ച് നല്ല ഇതായിരുന്നെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു ഇവനൊരു സ്റ്റാർ സെറ്റപ്പില്. അതെ. ഒന്നാമത്തെ കാര്യം ഇവൻ കുറച്ചുകൂടെ ഭയങ്കര നല്ല സ്റ്റാർ ആണല്ലോ. അപ്പൊ അതിന്റേതായിട്ടുള്ള ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി. ട്രെയിലർ കണ്ടു എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെയൊക്കെ കുറെ എഴുതി കേട്ടിട്ടുണ്ട്. അതെ. മറ്റേ ഫസ്റ്റ് പാർട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നില്ല. പിന്നെ സെക്കൻഡ് പാർട്ടിൽ അവന് അത്യാവശ്യം നല്ല അവന്റെ പാടമല്ല പണവും എല്ലാം അവന്റെ നല്ല. ഫസ്റ്റ് പാർട്ടിൽ അവനെ പിന്നെ കണ്ടിട്ടില്ല, അറിയില്ല. അതെ. ഇപ്പൊ എന്തായാലും നമുക്ക് പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മെയ് 1 നമുക്ക് അടുത്ത വീഡിയോയുമായി സിനിമ കൊട്ടയിൽ വീണ്ടും കാണാം. ശരിക്കും ബൈ.